ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒപ്പം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ തക്കാളി ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 3 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കുക. ഒരു പച്ചമുളക്, 3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് 3ഉം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. പിന്നെ കറിവേപ്പില, ചെറിയുള്ളി 5 എണ്ണം, ഇടിച്ച മുളക് 2 ടീസ്പൂൺ. ഇതിൻ്റെ കൂടെ കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക്, ഉള്ളി, കറിവേപ്പില ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളിയും മുളകും മൂപ്പിക്കുമ്പോൾ മീഡിയം തീയിലിടുക. മുളകിൻ്റെ മൂപ്പ് കൂടിപ്പോയാൽ തക്കാളി ചമ്മന്തിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഉള്ളിയും മുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് തക്കാളി ഉടയുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.